എൻ്റെ പേര് അരുൺ തെക്കിനേത്ത്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തമ്പേലിക്കര സെൻറ്റ് ജോർജ് ഇടവകക്കാരനാണ്. ഞാനിപ്പോൾ മതിലകം സെൻറ്റ് ജോസഫ് സീറോ മലബാർ ദേവാലയത്തിൽ വികാരിച്ചനാണ്. ഈ ധ്യാനം ജനങ്ങൾക്ക് ഒത്തിരിയേറെ ആത്മീയമായിട്ടൊരു വളർച്ച നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇടവക കൂട്ടായ്മയ്ക്ക് ഒരു ആത്മീയമായ വളർച്ച നൽകുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായതിന് ഏറെ സ്നേഹത്തോടുകൂടെ ഈ കുടുംബത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയൂടി ചെയ്യാം. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവും വേണ്ടി യേശുവിന്റെ പിന്നാലെ. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നവർ ഇവിടെ കുറച്ച് പേരുണ്ട്. ഞായറാഴ്ച കുർബാനയ്ക്ക് മുടങ്ങുന്നവർ ആരും തന്നെ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചോട്ടെ, ആ കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. പക്ഷെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നവർ കുറേ പേരുണ്ട്. സാധിക്കുന്നിടത്തോളം ദിവസം കുർബാനയ്ക്ക് വരിക. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ പറ്റുന്ന, ഇവിടെ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ പറ്റില്ലേ? സാധിക്കാവുന്നിടത്തോളം ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരിക. അത് മുതിർന്നവരും കുറച്ചൊക്കെ അകലങ്ങളിലുള്ളവരുണ്ട്. സാധിക്കാവുന്നിടത്തോളം പേര് കുർബാനയ്ക്ക് വരിക. എന്നിട്ട് നമ്മുടെ ജോലികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കുർബാനയിലൊന്ന് പങ്കെടുക്കുക. അങ്ങനെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച്, ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് ഈശോയെ ഞങ്ങളെ ഒന്ന് കാത്തു രക്ഷിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. ഇത് മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കൾ അത് ചെയ്യണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കും വേണം. അപ്പോഴാണ് അവരും അതുപോലെ തന്നെ ഒരു ആത്മീയ ചൈതന്യത്തിൽ വളരുക. ഇതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലായിരുന്നാലും ആ ജീവിതാന്തസ്സിൽ വിശ്വസ്തത പുലർത്തുന്നവരാകണം. ഇപ്പം ദമ്പതികൾ ദാമ്പത്യ വിശ്വസ്തത പുലർത്തണം, സമർപ്പിത വിശ്വസ്തത പുലർത്തണം, വൈദിക വിശ്വസ്തത പുലർത്തണം. അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ ജീവിതാന്തസ്സിന് അനുസൃതമായിട്ടുള്ള വിശ്വസ്തത ജീവിതത്തിൽ നിറവേറ്റണം. ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കണം. അവിശ്വസ്തത ജീവിതത്തിൽ കടന്നുകൂടരുത്. അത് നിങ്ങളുടെ ഇപ്പോൾ ദമ്പതികളാണെങ്കിൽ അവർ നിങ്ങളുടെ ജീവിത പങ്കാളി അറിയുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, മറിച്ച് നിങ്ങളുടെ മനസാക്ഷിയായിരിക്കണം ആ വിശ്വസ്തത പുലർത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കേണ്ടത്. അപ്പം നല്ല ദമ്പതികളായിട്ട്, നല്ല മാതാപിതാക്കളായിട്ട്, നല്ല മക്കളായിട്ട്, നല്ല ഗ്രാൻഡ് പേരൻസ് ആയിട്ട്, നല്ല അയൽവക്കക്കാരായിട്ട്, നല്ല സുഹൃത്തുക്കളായിട്ട് നാം വർത്തിക്കാനായിട്ട് കഴിയണം. ഇവിടെയാണ് എനിക്ക് മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. ആരോടും വെറുപ്പും പ്രതികാര ചിന്തയും ഉണ്ടാകരുത്. ഡു യു ഫോളോ മീ? മനസ്സിലാകുന്നുണ്ടോ? ആരോടും വെറുപ്പോ പ്രതികാര ചിന്തയോ ഉണ്ടാകരുത്. ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കുമ്പസാരിച്ചില്ലേ? ഇനിയും ക്ഷമിക്കാനുണ്ടോ? ഇനിയും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ കൈപൊക്കൊന്നും വേണ്ട. ഈ ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് മനസ്സിൽ ക്ഷമിച്ചിരിക്കണം. നമ്മുടെ തോമസ് അച്ഛനും അതുപോലെ തന്നെ ഡീക്കന്മാരും ഒക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിരുന്നു. എന്തെങ്കിലുമൊക്കെ വഴക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും വഴക്കൊന്നും ഉണ്ടാവില്ല എന്ന് എൻ്റെ വിചാരം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, there is no perfect father, there is no perfect mother, there is no perfect husband, there is no perfect wife,
There is no perfect daughter, there is no perfect son. അതായത് ഈ ലോകത്തില് ഏറ്റവും പൂർണ്ണരായിട്ടുള്ള മാതാപിതാക്കളോ, അല്ലെങ്കിൽ പൂർണ്ണരായിട്ടുള്ള ദമ്പതികളോ, പൂർണ്ണരായിട്ടുള്ള മക്കളോ, പൂർണ്ണരായിട്ടുള്ള അയൽവക്കക്കാരോ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. എല്ലാവർക്കും അപൂർണതകളുണ്ട്. എന്നോട് ഈ ആള് ഇങ്ങനെ പെരുമാറിയതിന് കാരണം അദ്ദേഹത്തിലുള്ള അപൂർണതയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? അവരോട് ക്ഷമിക്കണം. എന്നിട്ട് പാപ്പ തുടർന്ന് പറയാം, നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയാണ് വച്ചു പുലർത്തുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്രിസ്തീയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലൊരു ചെറിയ മുള്ള് കയറിയിട്ടുണ്ടെന്ന് വയ്ക്കി, നമ്മുടെ വിരലിലോ നമ്മുടെ കാലിലോ ഒക്കെ ചെറിയ മുള്ള് കയറിയിട്ടുണ്ടെന്ന് വയ്ക്കി. ആ മുള്ള് എടുത്ത് കളയാത്തിടത്തോളം കാലം ആ മുള്ളുമ്പോൾ തൊടുമ്പോൾ വേദനയുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ തറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ വേദനയുണ്ടാവും. നമ്മുടെ വെറുപ്പിൻ്റെ മുള്ള്, പ്രതികാരത്തിൻ്റെ മുള്ള്, അത് നമ്മുടെ മനസ്സിലോ ഹൃദയത്തിലോ എവിടെയെങ്കിലും കയറിയിരിപ്പുണ്ടെങ്കിൽ അത് പറിച്ചു കളയണം. അത് പറിച്ചു കളയണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് വേണം. നന്നായിട്ട് ക്ഷമിക്കണം. ചിലപ്പോൾ നമ്മളെ ചതിച്ചവരുണ്ടാവും, വഞ്ചിച്ചവരുണ്ടാവും, ഒറ്റപ്പെടുത്തിയവരുണ്ടാവും, പരാജയപ്പെടുത്തിയവരുണ്ടാവും, നമ്മളെ അപഹസിച്ചവരുണ്ടാവും, തെറ്റിദ്ധാരണ മൂലം നമ്മെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചവരുണ്ടാവും, നമുക്കെതിരെ ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിച്ചവരുണ്ടാവും. ഒരു വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കാനുള്ള മനസ്സ് ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കാനില്ലേ, സ്വർഗസ്നായ പിതാവേ ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ എന്താ തമ്പുരാനോട് പറയുന്നത്? ഞാൻ ക്ഷമിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കേണ്ട എന്നല്ലേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു പോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുമോ? അതുകൊണ്ടാണ് പാപ്പ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചത്, യു ഷുഡ് ഫോർഗീവ് അതേഴ്സ്. ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കണം, ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കണം, മാതാപിതാക്കൾ മക്കളോട് ക്ഷമിക്കണം, മക്കൾ മാതാപിതാക്കളോട് ക്ഷമിക്കണം, അയൽവക്കക്കാർ പരസ്പരം ക്ഷമിക്കണം, ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരെ പരസ്പരം ക്ഷമിക്കണം, ഇടവകയിലുള്ള കുടുംബങ്ങൾ പരസ്പരം ക്ഷമിക്കണം, യജമാനൻ ദാസന്മാരോട് ക്ഷമിക്കണം, ദാസന് യജമാനന്മാരോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുന്നൊരു മനോഭാവത്തിലൂടെ മുന്നോട്ട് പോകണം. മരിയ കുര്യത്തിയെ കുത്തിക്കൊന്ന ഘാതകൻ ഒരു ക്രിസ്മസ് രാത്രിയിലാണ് മരിയ കുര്യത്തിയുടെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്, ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം. ആ സ്ത്രീ അവനോട് കടുത്ത വേദന തൻ്റെ മകളെ കുത്തിക്കൊന്നതിൻ്റെ കടുത്ത വേദനയുണ്ടെങ്കിലും ഈശോയെ പ്രതി ക്ഷമിക്കാനായിട്ട് മനസ്സ് കാണിച്ചു. ക്രിസ്മസിന് ദൈവത്തോട് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. റാണി മരിയ, വാഴ്ത്തപ്പെട്ട റാണി മരിയെ കുത്തിക്കൊന്ന, ബസ്സിൽ വെച്ച് കത്തി കൊണ്ട് കുത്തി കൊന്ന ആ ഘാതകൻ, റാണി മരിയയുടെ സഹോദരി, അവനെയും കൂട്ടി ഈ റാണി മരിയയുടെ നാട്ടിലേക്ക് വന്ന് അമ്മച്ചിയുടെ അടുത്ത് വന്നു. ആ സഹോദരിയും ആ അമ്മച്ചിയും ആ കുടുംബവും അവനോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. എത്ര ക്രൂരമായിട്ടുള്ള നിന്ദനം ചെയ്തവരാണെങ്കിലും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വച്ചു പുലർത്തരുത്. ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തോളും. തിന്മയാണ് അവർ ചെയ്തതെങ്കിൽ ദൈവം ശിക്ഷ കൊടുത്തോളും. അതുകൊണ്ടല്ലേ ഈശോ പഠിപ്പിച്ച് തിന്മയെ നന്മ കൊണ്ട് നേരിടണം. ഒരു ചെകിട്ടത്തടിച്ച മറ്റേ ചെകിട് പോലും കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച യേശു തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട്
അവസാന വാക്കുകൾ പറഞ്ഞതാണ്, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആ ക്രിസ്തുവിൻ്റെ മക്കളാണ് നാം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. എങ്കിൽ ആ ക്രിസ്തുവിൻ്റെ മക്കളായിട്ടുള്ള നാം ക്ഷമിക്കാനായിട്ട് കടപ്പാടുള്ളവരല്ലേ? ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ അൾത്താരയിലേക്ക് കടന്നു വരുന്ന സമയം നമ്മൾ ഈശോയെ സ്വീകരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ബലിപീഠത്തിലായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമുക്ക് ലഭിച്ച ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണ്. എൻ്റെ കർത്താവേ, നൽകപ്പെട്ട ദൈവിക ചൈതന്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതാന്തസ്സിനടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള കൃപയായി അങ്ങ് ഞങ്ങളിലേക്ക് വരണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ശക്തിക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. പാടി പ്രാർത്ഥിക്കാം. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എന്റെ യേശുവേ, ആരാധന, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആരാധന, ആരാധന, ആരാധന. പാടി പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന, 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 ആരാധന. യെശയ്യാ 35:3 തിരുവചനം, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും, കേട്ടെ, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ശ്രദ്ധിച്ചു കേൾക്കണം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. കാരണം കർത്താവ് നിന്റെ ജീവിതത്തെ കണ്ടിരിക്കുകയാണ്. വീണ്ടും യെശയ്യാ 31:5 തിരുവചനം, പക്ഷി ചിറകിൻ കീഴിലിരുന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് ഒറ്റ കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കണുള്ളൂ. എന്താണെന്നറിയാമോ? ഇരുന്നേ, എന്നിട്ട് ഈശോയെ നോക്കി ശ്രദ്ധിച്ച് കേട്ടെ, ശ്രദ്ധിച്ച് കേട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണ വേറെ ഒന്നുമല്ല. ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനും നിങ്ങളൊക്കെ ഒരു പുറപ്പാട് സംഭവത്തിലാണ്. കേട്ടല്ലോ അല്ലേ? ഒരു പുറപ്പാട് സംഭവത്തിലാണ്. നമ്മൾ യാത്രയിലാണ്. എങ്ങോട്ടാ യാത്ര? എങ്ങോട്ടാ യാത്ര? യാത്ര സ്വർഗത്തിലേക്ക്. ഹെബ്രായ ലേഖനം 13:14. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ലല്ലോ, ഇല്ലല്ലോ. വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. വരാനിരിക്കുന്ന ലോകത്തേക്കുള്ള യാത്രയിലെ ഏതാനും വർഷങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ. ഇതൊരു തീർത്ഥാടനമാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം. അതുകൊണ്ടാണല്ലോ നമ്മൾ പാട്ട് പാടുന്നത്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. നമ്മൾ യാത്രയിലാണ്. പുറപ്പാട് ജനത, ഇസ്രായേൽ ജനത യാത്ര ചെയ്തതുപോലെ അതിലെ ഒരു മരുഭൂമി അനുഭവങ്ങളിലൂടെ ഇപ്പൊ കടന്നു പോണത്. ക്ലേശങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. നമ്മൾ ഈ ക്ലേശങ്ങൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാമെന്ന് ലോകത്തിൽ അന്വേഷിക്കുക. മോശയും അത് അന്വേഷിച്ചത്. എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കും, എവിടെ നിന്ന് കണ്ടെത്തും, ഇവരുടെ പരാതി എങ്ങനെ നിർത്തും, തൃപ്തിയായി ഇവരെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കും.
ഇവന്റെ മുറുമുറുപ്പ് എങ്ങനെ അവസാനിപ്പിക്കും? ഇതാണ് മോശ അന്വേഷിക്കുന്നത്. മോശയ്ക്ക് പറ്റണില്ല. അവസാനം മോശ മടുത്തു, സഹി കിട്ടു. ഈ അനുഭവം നമുക്കുണ്ട്. ജീവിതം മുന്നോട്ട് പോണില്ല, എന്തു ചെയ്യും? അപ്പോഴാണ് കർത്താവിൻ്റെ ഉത്തരം, മക്കളെ നിങ്ങൾ അതിനെ ഓർത്ത് ആകുലപ്പെടല്ലേ, അതിനുള്ള ചൈതന്യം നിനക്ക് തന്നിട്ടുണ്ട്. ഒരു സംഭവം കൂടെ ഞാൻ പറയാം, എന്നാലും നമ്മൾ ഈ ചൈതന്യം ഒന്ന് ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്താണെന്നറിയാമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറീസയിലെ ബെറംപൂർ രൂപത, ഒറീസയിലെ ബെറംപൂർ രൂപത, ആ രൂപതയുടെ മെത്രാനച്ഛനാണ് ബിഷപ്പ് ശരത് ചന്ദ്ര നായക്. അദ്ദേഹം ഒറീസയിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ മനുഷ്യൻ, പാവപ്പെട്ട ഒരു കുടുംബം, ശേരി പോലെയുള്ള ഇടങ്ങൾ, ജീവിക്കുന്ന ഇടങ്ങൾ ഒന്നുമില്ല. അപ്പൻ കൂലിപ്പണി ചെയ്യുന്നു. കൂലിപ്പണി ചെയ്തിട്ട് വീട്ടിലെ പട്ടിണി മാറണില്ല. പല ദിവസങ്ങളിലും ആഹാരമില്ല. പട്ടിണി കിടന്ന ബാല്യം ഇഷ്ടം പോലെ. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പഠിക്കാൻ പറ്റണില്ല. ഈ മെത്രാനച്ഛൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനുള്ളത്. ജ്യേഷ്ഠൻ പഠിക്കു പോകുമ്പോൾ അനിയൻ പഠിക്കും, അനിയൻ പഠിക്കു പോകുമ്പോൾ ജ്യേഷ്ഠൻ പഠിക്കും. 10ാം ക്ലാസ് പാസ്സാകാൻ 15 വയസ്സ് മതി. പക്ഷേ ഈ മെത്രാനച്ഛൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ 18-19 വയസ്സ് പ്രായമായി. കാരണം എല്ലാ വർഷവും കൃത്യമായിട്ട് പഠനം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. തോറ്റുപോയിട്ടല്ല, പണിക്ക് പോകണോണ്ട് കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ചില ദിവസങ്ങൾ പട്ടിണിയാ. ക്രിസ്ത്യാനിയൊന്നുമല്ല, വിശ്വസിക്കുന്നത് പ്രകൃതി ദൈവങ്ങളില്ല. പട്ടിണി തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ, വിശപ്പ് സഹിക്ക് വയ്യാതാകുമ്പോൾ ആ ഗോത്ര ദൈവങ്ങളുടെ മുമ്പിൽ പോയിരുന്ന് കരയും. ഇതാണ് ജീവിതം. സ്വന്തമായിട്ട് പുസ്തകം മേടിക്കാൻ, ക്ലാസ്സിലേക്ക് പുസ്തകം മേടിക്കാൻ പൈസയില്ല. അതുകൊണ്ട് ഒരു നോട്ട് ബുക്ക് മേടിച്ചിട്ട് എല്ലാ വിഷയത്തിൻ്റെയും പുസ്തകങ്ങളിൽ നിന്ന് ഈ നോട്ട് ബുക്കിലേക്ക് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് പകർത്തി എഴുതും. അങ്ങനെ പഠിച്ചൊരു ബാല്യം. അങ്ങനെ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഈ ഒറീസയിലെ ഈ ഉൾപ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാര്, വൈദികരും സന്യസ്തരും മിഷൻ പ്രവർത്തനങ്ങളായിട്ട് ചെല്ലുകയാണ്. അവർ കൊടുക്കണ ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്, അവർ കൊടുക്കണ മരുന്ന്, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയേറെ സ്വന്തമല്ലാത്ത ജനത്തിന് വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാര് പ്രവർത്തിക്കണം കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവരോടൊരു ആകർഷണം. കാരണം ഇവരുടെ അപ്പനും അമ്മയും അല്ലല്ലോ, ഈ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും അപ്പനും അമ്മയും അല്ല ഈ കിടക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം അപ്പൻ എന്ന പോലെ, സ്വന്തം അമ്മ എന്ന പോലെ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ശുശ്രൂഷ ചെയ്യണം കണ്ടപ്പോൾ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുന്ന, പട്ടിണിയും ദാരിദ്ര്യമുള്ള ഈ ശരത് ചന്ദ്ര നായക്, ഇവന് ഒരാകർഷണം ഈ അച്ഛന്മാരോട്, കന്യാസ്ത്രീകളോട്. ഈ കഷ്ടതയുടെ ഇടയിൽ അവൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ അവനൊരാഗ്രഹം, ഇതുപോലൊരു അച്ഛനാകണമെന്ന്. പക്ഷെ ക്രിസ്ത്യാനിയല്ലല്ലോ. അവൻ ഈശോയെ വിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിശ്വാസം സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ക്രിസ്ത്യാനിയായി മാറി സെമിനാരി ചെന്നു. സെമിനാരി പഠിക്കാൻ ചെന്നിട്ടും അവിടെ ഈ സ്ഥിതികൾ അത്ര സുന്ദരമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ സത്യത്തിൽ ഭാഗ്യം ചെയ്തവരാ. നമ്മുടെ ഈ കേരളത്തിൽ ഈ ജാതീയ വ്യവസ്ഥയൊക്കെ ഇത്തിരി കുറവുണ്ട്. അന്യനാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ കാസ്റ്റ് വ്യത്യാസങ്ങൾ, ജാതീയ വ്യവസ്ഥയിൽ കീഴ്ജാതിക്കാരും ഉയർന്ന ജാതിക്കാരൊന്നും താഴെയുള്ള ജാതിക്കാരും മൈൻഡ് പോലും ചെയ്യില്ല. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണേലും ശരി. ഇവിടെയാണേലും നമുക്കറിയാം, ഇടക്കാലം കൊണ്ട് വിശ്വാസം സ്വീകരിച്ച് വന്നവരെയൊക്കെ നമ്മൾ പൗരാണിക ക്രിസ്ത്യാനികൾ എന്ന പേരും പറഞ്ഞ് നമ്മൾ അഹങ്കാരത്തിൽ നിൽക്കണമുണ്ട്. നമ്മൾ അംഗീകരിക്കുന്നില്ല. ജാതി വ്യവസ്ഥയൊക്കെ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടിയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ. സെമിനാരിയിൽ ചേർന്നെങ്കിലും ഈ ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന ഇദ്ദേഹത്തെ സെമിനാരിയിലുള്ള കൂട്ടുകാരൊന്നും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്ത് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവനെ സമ്മതിച്ചിട്ടില്ല. കാരണം ഇവൻ താഴ്ന്ന ജാതിയാണ്. അതുകൊണ്ട് ഇവൻ എവിടെയെങ്കിലും മാറിപ്പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കും. അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പാത്രം പോലും ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ കുറിച്ച് വയ്ക്കുകയാണ്, അനേകരുടെ പാദസേവ ചെയ്ത അപ്പൻ്റെ മകനായതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അനേകരുടെ പാദസേവ ചെയ്ത അപ്പൻ്റെ മകനായതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. അങ്ങനെ ഇതെല്ലാം സഹിച്ച് ജീവിച്ചു. പൗരോഹിത്യ പരിശീലനം പൂർത്തിയായി. വൈദികനാകുന്നതിന് 4 നാളുകൾക്ക് മുമ്പാണ് സ്വന്തം അപ്പനും അമ്മയും
മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായത്. ആലോചിച്ച് നോക്കിക്കേ, ഒരുത്തൻ സെമിനാരി പഠനം എല്ലാം പൂർത്തിയാക്കി പട്ടം സ്വീകരിക്കാൻ പോവുക. അതിൻ്റെ 3-4 നാളുകൾക്ക് മുമ്പാണ് അപ്പനും അമ്മയും മാമോദിസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാണത്. അങ്ങനെ വൈദികനായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം തന്ന ഈ മഹാദാനത്തിന് നന്ദി പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം കൊടുത്തു. ആ ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല, ഒറീസയിലെ ബെറംപൂർ രൂപതയുടെ രൂപതാധ്യക്ഷനായിട്ട് മെത്രാനായിട്ടുള്ള അഭിഷേകം. അദ്ദേഹം അത് സ്വീകരിച്ചു. ബിഷപ്പ് ശരത് ചന്ദ്ര നായക് ഇദ്ദേഹം മെത്രാനച്ചനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ഒരു അഭിമുഖം നടത്തിയപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ മെത്രാനച്ച, താങ്കൾക്കൊരു ജീവിതം കൂടെ തരുവാണെങ്കിൽ, ഒരു ജന്മം കൂടെ ദൈവം തരുവാണെങ്കിൽ എവിടെ ജനിക്കാനാ താങ്കൾക്ക് ആഗ്രഹം? ഒരു ജന്മം കൂടെ ദൈവം തരുവാണെങ്കിൽ. അപ്പം മെത്രാനച്ചൻ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് ഒരു ജന്മം കൂടെ ദൈവം തരുവാണെങ്കിൽ ഞാൻ ഒറീസയിലെ ഏത് ഗോത്രത്തിൽ, ഏത് അപ്പനും അമ്മയ്ക്കും, ഏത് പ്രകൃതി ദൈവങ്ങളെ ആരാധിച്ച്, ഏത് ചുറ്റുപാടിൽ എത്ര കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് എവിടെ വളർന്നോ ആ വീട്ടിൽ തന്നെ വീണ്ടും ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ റിപ്പോർട്ടർ വെച്ചു, എന്തുകൊണ്ടാണ് അവിടെ തന്നെ ജനിക്കണമെന്ന്? അപ്പോൾ മെത്രാനച്ചൻ പറഞ്ഞ ഉത്തരം ഇതാ, എൻ്റെ ദൈവം എനിക്കുള്ള അനുഗ്രഹം കരുതി വെച്ചാർന്നത് ആ വീട്ടില. എൻ്റെ ദൈവം എനിക്കുള്ള അനുഗ്രഹം കരുതി വെച്ചത് ആ വീട്ടില, ആ ചുറ്റുപാടില. അവിടെ നിന്ന് ആ ദൈവത്തിന് എന്നെ ഇവിടം വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും എനിക്ക് അവിടെ തന്നെ ജനിച്ചാൽ മതി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് കരുതിക്കൊള്ളും. ഒരു മെത്രാനച്ചൻ്റെ അനുഭവമാണ് പറയുള്ളവരെ. ഓർക്കണം കേട്ടോ, നിനക്കുള്ള അനുഗ്രഹം നിന്റെ വീട്ടിലുണ്ട്, നിനക്കുള്ള അനുഗ്രഹം നിന്റെ ചുറ്റുപാടിലുണ്ട്, നിനക്കുള്ള അനുഗ്രഹം നിന്റെ സാഹചര്യത്തിലുണ്ട്. മോശയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അവനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട് പറയുള്ളവരെ. ഇത് ജ്വലിപ്പിച്ചാലേ ആളിക്കത്തോളൂ. ആളിക്കത്താത്തതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ തണുത്തുറഞ്ഞു നിൽക്കുക. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ കുടുംബം കൊണ്ടുപോകാൻ ദൈവം നിന്നെ അനുവദിക്കും, നിന്നെ ശക്തിപ്പെടുത്തും. നിന്റെ കുടുംബം രക്ഷയുടെ തീരത്ത് എത്തിയിരിക്കും, സംശയമില്ല. പക്ഷേ നിനക്ക് തന്നേക്കണ കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 യേശുവേ, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് വിൻസി ജെയിംസ്. ഞാൻ മതിലകം സെൻറ് ജോസഫ് ഇടവക അംഗമാണ്. നിരവധി ശുശ്രൂഷകളിലൂടെ നാം കടന്നുപോയി. മാമോദിസ വ്രത വാഗ്ദാനം, രോഗശാന്തി ശുശ്രൂഷ. ഇന്ന് പ്രത്യേകമായി ഞങ്ങളേറെ സ്പർശിച്ചത് വിവാഹവ്രത വാഗ്ദാന ശുശ്രൂഷയായിരുന്നു. അത് മാതാപിതാക്കളും മക്കളും ദമ്പതികൾ തമ്മിലും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ശുശ്രൂഷയിൽ വളരെ അനുഭവഭേദ്യമായിരുന്നു എല്ലാവർക്കും. മാമോദിസ വ്രത വാഗ്ദാനം നടത്തിയ ശുശ്രൂഷ ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുമക്കൾക്ക് വളരെയേറെ അവരെ സ്വാധീനിച്ചു എന്നാണ് ഒരു മതാധ്യാപിക എന്ന നിലയിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ച വികാരി അച്ഛനും ഈ ധ്യാനം നയിച്ച തോമസ് അറക്കൽ അച്ഛനും ഈ മതിലകം ഇടവകയുടെ പേരിലുള്ള നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ പടമാടൻ. ഇത് വർഗീസ് ചക്കാലമറ്റത്ത്. ഞങ്ങൾ ഈ സെൻറ് ജോസഫ് സിറിയൻ ചർച്ച് മതിലകത്തിലെ കൈക്കാരന്മാരാണ്.
ഈ 6 ദിവസമായി നടന്നു വരുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഈ ഇടവയ്ക്ക് ഒരു ആത്മീയ ഉണർവായിരുന്നു, ആത്മീയ അനുഭൂതിയായിരുന്നു. ശുശ്രൂഷകൾ, പലവിധ ശുശ്രൂഷകളാണ് ഇവിടെ നടന്നു വന്നിരുന്നത്. ഇവിടുത്തെ ഇടവക്കാരിൽ ഭൂരിഭാഗം മുഴുവൻ ആൾക്കാരും തന്നെ ഇതിൽ പങ്കെടുത്തു എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ആത്മീയമായി വളരെയധികം അനുഗ്രഹങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഈ ധ്യാനം വളരെയധികം വിജയകരമായാണ് കഴിഞ്ഞത്. ഈ ധ്യാനത്തിന് എല്ലാവരും സപ്പോർട്ടും തന്ന ഞങ്ങൾ വികാരി അച്ഛനും അതുപോലെ തന്നെ വിൻസെൻഷൻ അച്ഛന്മാർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സിസ്റ്റർ ആഗ്നസ് നീലങ്കാവിൽ SLMI. ഞങ്ങളുടെ ഹൗസ് ഈ സെൻറ്റ് ജോസഫ് പള്ളിയുടെ തൊട്ടു മുമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണുള്ളത്. 4 പേരും ഇടവകയിൽ സേവനം ചെയ്യുന്നു. മാസങ്ങളായി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഇങ്ങനൊരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഇടവക ജനം ഒരുങ്ങിയിരിക്കുന്നത്. 6 ദിവസമായി ഇന്ന് ഇടവക ജനം മുഴുവൻ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. അതിരാവിലെ 5:30 മുതൽ ആരംഭിക്കുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഇടവക ജനം ഓരോ ഗ്രൂപ്പുകളായി, ഓരോ യൂണിറ്റുകളായി, റാലിയായി മുദ്രാവാക്യം ജയ് ജയ് ക്രിസ്തുരാജ് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ റാലി നടത്തുന്നത്. കൂടുതലായി ഈ ധ്യാനം നടത്തുന്ന വിൻസെൻഷൻ അച്ഛന്മാരെ പ്രത്യേകമായി ഈ ധ്യാനം നടത്തുമ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ബ്രദേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. വൻ വിജയമായിരുന്നു ഈ ധ്യാനം. എല്ലാവരും ഒന്നിച്ചു കൂടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സമ്പത്ത് പങ്കുവയ്ക്കാനും ഒക്കെ ഒത്തിരി സന്തോഷത്തോടെ തന്നെ കടന്നു വന്ന അവസരങ്ങളായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം.